ഹലോ, ഈ കണ്ണാടിയൊക്കെ വെച്ച് എന്നെടുക്കാൻ പോകാമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഒന്നുമല്ല, ഒരു സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടിപ്പ് ഷെയർ ചെയ്യുവാണ്. അപ്പം നമുക്കൊരു ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് വരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ബ്ലൗസിൻ്റെ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു നമുക്കിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കത്തിയൊക്കെ അതായത് രാഗി മൂർച്ച കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റോണാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും നമുക്ക് അറ്റം നല്ല പരന്നിട്ടുള്ളതായിരിക്കണം. വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് ഇതുപോലെ സ്റ്റോൺസ് തല്ലിപ്പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ക്ലോത്തിന് എന്തെങ്കിലും ഡാമേജ് വരുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു കുഴപ്പം വരത്തില്ല. കാരണം നമ്മൾ ആ സ്റ്റോണിൻ്റെ മുകളിലാണ് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. റീസെൻ്റ്ലി ആണ് ഈ ഒരു ടിപ്പ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ ഇതും അറിയാത്ത ആരെങ്കിലും ഇതുപോലെ ഉള്ള വർക്കുകൾ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ണാടി വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് കണ്ണാടി വെക്കാതെ ആദ്യമേ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കുഞ്ഞൊരു പീസ് എൻ്റെ കണ്ണിലോട്ട് തെറിച്ചു. അപ്പോൾ കണ്ണിനൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആങ്ങളുടെ ഒരു കണ്ണാടി എടുത്ത് വെച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതുപോലെ എന്ന് വെച്ചാൽ എല്ലാവരും കണ്ണാടി വെക്കണമെന്നല്ല, ഞാൻ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുനിഞ്ഞങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതിന് മുമ്പ് എനിക്ക് വർക്ക് വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കത്രിക കൊണ്ട് ഇരുന്ന് വെട്ടി അതായത് ആ സ്റ്റോണ് അത് ഞാൻ കത്രിക കൊണ്ട് ചെറുതായിട്ട് ഞെരക്കി കളയുവാണ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. നമുക്ക് മണിക്കൂറുകളെടുക്കും. ഇതിന് തൊട്ട് മുന്നേ ഒരു മാസം മുന്നേ ഇതുപോലെ തന്നെ ഹെവി വർക്കുള്ള ഒരു ഗൗണ് 2 എണ്ണം സ്റ്റിച്ച് ചെയ്യാൻ ഒരുമിച്ച് വന്നു. ഞാൻ 2 ദിവസം എടുത്താണ് സ്റ്റിച്ച് ചെയ്തത്. കാരണം 4 മണിക്കൂറോളം എടുത്തു ഞാനതിൻ്റെ യോക്ക് പോർഷനിലുള്ള സ്റ്റിച്ച് വരുന്ന ഭാഗങ്ങൾ മുഴുവനും ബീഡ്സ് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മണിക്കൂർ ഞാൻ സമയം നോക്കിയിട്ടാണ് ഇരുന്ന് റിമൂവ് ചെയ്യാൻ തുടങ്ങിയത്. കാരണം അത്രയും സമയം കൊണ്ടാണ് അത് റിമൂവ് ചെയ്ത് കളഞ്ഞത്. അതിന് ശേഷമല്ലേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ അത്രയും ടൈം നമ്മളുടെ പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വിചാരിച്ചു, അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇട്ടത്. ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാം ചെയ്തതിന് ശേഷം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. കസ്റ്റമറിന് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഹാപ്പി. കാരണം കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കറക്റ്റ് ഫിറ്റിങ്ങിലായിരുന്നു. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കസ്റ്റമർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിസൈനും മോഡലും എല്ലാം എങ്ങനെയൊക്കെ വേണമെന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ അത് കയ്യിലൊക്കെ തെറിച്ചിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തൂത്ത് കളയുമ്പം ചെറിയ പൊടികളാണ് കയ്യിലോട്ട് തെറിക്കുന്നത്. അപ്പം ചെറുതായിട്ടൊരു നീറ്റൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. എല്ലാവർക്കും ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്